ഇന്ന് രാവിലെ എനിക്ക് എൻ്റെ വീട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ രണ്ടുപേരും തലേന്ന് രാത്രി തന്നെ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മ നാളെ വീട്ടിലേക്ക് വരും, അമ്മ വരുമ്പോൾ അമ്മയുടെ കയ്യിൽ അമ്മൂമ്മേൻ്റെ സ്പെഷ്യൽ ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തു വിടണമെന്ന്. ഈ രാത്രിയൊക്കെ വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെയാണ് ദോശമാവ് ഒപ്പിക്കുക. പക്ഷേ അമ്മ എങ്ങനെയോ ദോശമാവൊക്കെ ഒപ്പിച്ചു. കാരണം മക്കൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ അതിലൊരു കോംപ്രമൈസും ഇല്ല. അല്ലെങ്കിലും ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നമ്മൾ മക്കളെക്കാളും ഇഷ്ടം ചിലപ്പോൾ കൊച്ചുമക്കളെടുത്തായിരിക്കും. ചിലപ്പോൾ എന്നല്ല, അങ്ങനെയാണ്. ഞാനൊക്കെ ഔട്ടായിട്ട് കാലം കുറേ ആയി. പക്ഷേ സംഭവം എന്തായാലും അമ്മയുടെ ഇഡ്ഡലി സാമ്പാറും ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. സാമ്പാറും ഇഡ്ഡലിയൊന്നും അധികം ഇഷ്ടമില്ലാതിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന്, ബ്രേക്ക്ഫാസ്റ്റിന് ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും ഇത് തന്നെ പറയത്തുള്ളൂ. അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരാളുണ്ടാക്കി തരുമ്പോൾ അതൊരു രസമല്ലേ. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ ഒരവസ്ഥ. അങ്ങനെ രാവിലെ നേരത്തെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ ആയി വന്ന് വീട്ടിൽ വന്നിരുന്നിട്ട് സമാധാനമായിട്ട് മക്കളും ഞാനും ഒക്കെ അങ്ങനെ സുഖമായിട്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം അങ്ങനെ തീരുമാനമായി. പക്ഷേ ലഞ്ചും ഡിന്നറൊക്കെ ഞാൻ തന്നെ വെക്കണമല്ലോ. ഞാൻ ചെന്ന സമയത്ത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് സെറ്റാവാതിരുന്നത് കൊണ്ടാണ് ഞാൻ അതുകൂടെ എടുത്ത് വരാതിരുന്നത്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ചുമ്മാ ഫോണിൽ റീൽസും കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്തായാലും രാവിലത്തെ ആ ഒരു പണി തന്നെ കുറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സുഖമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് സൺഡേയിലും.